എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ നൽകുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോ ആണ്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡോ ജോൺസ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്, നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ S&P നാസ്ഡാക്ക് എല്ലാം തന്നെ നെഗറ്റീവിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് DX മാത്രം സ്ലൈറ്റ്ലി നെഗറ്റീവിലും ബാക്കി രണ്ടും പോസിറ്റീവിലുമാണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 50 പോയിൻറ്റോളം നെഗറ്റീവിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നൊരു ഫ്ലാറ്റ് ഓപ്പണാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായിരുന്നാലും നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് ട്രേഡുകൾ എടുക്കാവുന്നതാണ്. നമ്മൾ ഇന്നലെ കൊടുത്ത 4 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ആദ്യമായി നോക്കാം. ഒന്നാമത്തേത് പ്രാജ് ഇന്ത്യ ആയിരുന്നു. പ്രാജ് ഇന്ത്യയിൽ 764 ഒരു എൻട്രി പറഞ്ഞിരുന്നത്. നമുക്ക് തീർച്ചയായും അത് മുകളിലേക്കല്ല താഴേക്കാണ് വന്നത്. ഇന്നലെ മാർക്കറ്റ് മൊത്തം ഡൗൺ ആയതുകൊണ്ട് അതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. സ്റ്റോക്കുകളും താഴേക്ക് തന്നെയാണ് വന്നത്. അടുത്തത് ഓയിൽ ഇന്ത്യ. ഇന്ത്യയിൽ 578 ഒരു എൻട്രി നമ്മൾ പറഞ്ഞിരുന്നത്. അതും ഇന്നലെ ഒരുപാട് ഡൗൺ വന്നതുകൊണ്ട് നമുക്കതിലൊരു എൻട്രി ലഭിച്ചിട്ടില്ല. മൂന്നാമത്തേത് ആനന്ദ് രാജ് ആയിരുന്നു. ആനന്ദ് രാജിൽ 730 ഒരു എൻട്രി പറഞ്ഞിരുന്നത്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് 736 തുടർന്ന് അത് താഴെ വന്നതിന് ശേഷമാണ് മുകളിലേക്ക് പോയത്. താഴെ നമുക്ക് 733 വരെ വന്നിട്ടുള്ളൂ. നമ്മുടെ എൻട്രി 730 അതുകൊണ്ട് അതിൽ എൻട്രി എടുക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. മാർക്കറ്റ് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 748 വരെ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് താഴേക്ക് വന്നത്. ലാസ്റ്റ് വൺ ഈ മുദ്ര ആയിരുന്നു. ഈ മുദ്രയിൽ നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടില്ല. ലാസ്റ്റ് ചാൻസിൽ 889 നമുക്കൊരു എൻട്രി. 899 വരെ സ്റ്റോക്ക് പോയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ആയതുകൊണ്ട്, അതായത് 3:15 ശേഷമുള്ളതായതുകൊണ്ട് ആരും അതിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഏതായിരുന്നാലും 4 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഇങ്ങനെയായിരുന്നു. നമുക്ക് ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള ഒരു 4 സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. ഒന്നാമത്തേത് സിപ്ലൈ ആണ്. സിപ്ലൈയിൽ നമുക്കൊരു ബൈ എൻട്രി തന്നെയാണ്. 1630 ഒരു എൻട്രി എടുക്കാം. നമുക്കൊരു ട്രെൻഡ് ലൈൻ വരുമ്പോൾ ഈ ഒരു ലെവലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലൈനിൻ്റെ ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കി നിങ്ങൾക്ക് 1630 എൻട്രി എടുക്കാം. 1623 സ്റ്റോപ്പ് ലോസ് വെക്കണം. 1637, 1642 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. സ്റ്റോക്ക് അതിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. സെക്കൻഡ് ഭാരതി എയർടെല്ലാണ്. ഭാരതി എയർടെല്ലിലും നമുക്കൊരു ബൈ എൻട്രിയാണുള്ളത്. 1666 നമുക്ക് ഇവിടെ ഒരു വി ഷേപ്പ് റിക്കവറിക്ക് ശേഷം സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷനിലാണ്. ഇന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ സ്ലൈറ്റ്ലി ചെറുതായിട്ടൊരു റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1666 നമുക്ക് എൻട്രി എടുക്കാം. മാത്രമല്ല ഇതൊരു പാരലൽ ചാനൽ കൂടെയാണ്. ഇതിനെ ഇന്നലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്ക് ക്ലോസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു 90% ഇത് അപ്സൈഡിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. 1666 എൻട്രി എടുത്തു കഴിഞ്ഞാൽ 1660 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1672, 1680 എന്നിങ്ങനെ ടാർഗറ്റ് വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്കൊരു സെൽ എൻട്രിയാണ് നസാറയിൽ. ഇന്നലെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 895 സ്റ്റോക്ക് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു സപ്പോർട്ട് സോണിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഈ സപ്പോർട്ട് സോൺ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 895 സെൽ എൻട്രി കൊടുക്കാം. 902 സ്റ്റോപ്പ് ലോസ് വെക്കണം. 888, 885 എന്നിങ്ങനെ ടാർഗറ്റ് വാച്ച് ചെയ്യാവുന്നതാണ്. അതിലും താഴെ വരികയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ലാസ്റ്റ് വൺ JSL. ചെറുതായിട്ടൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് ഫോം ആയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഈ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ഔട്ട് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് സെൽ എൻട്രി പോസിബിൾ ആണ്. 752 എൻട്രി എടുത്തു കഴിഞ്ഞാൽ 758 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 746, 743 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിനും താഴേക്ക് വരികയാണെങ്കിൽ പരമാവധി സ്റ്റോപ്പ് ലോസ് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനാലിസിസ് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്തുകൊണ്ടോ എടുക്കാൻ ശ്രമിക്കുക.
സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത് പണം നഷ്ടപ്പെടാൻ വളരെയധികം സാധ്യതയുള്ള മേഖലയാണ്. അതുപോലെ തന്നെ ലഭിക്കാനും വളരെയധികം സാധ്യതയുള്ള മേഖലയാണ്. അതിനനുസരിച്ചുള്ള നോളജ് വളർത്തിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.